ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഇറങ്ങാനാട്ടോ. ആ ഇന്റർനെറ്റ് റെഡി ആയിട്ടില്ല, ഇവിടത്തെ ഇല്ല, റൂമിലത്തെ ഇല്ല. ഇന്നത്തെ ദിവസം പോയി കിട്ടി. കട്ട ശോകമായിരിക്കും. ഞാൻ വീഡിയോ സെക്യൂരിറ്റി റൂമിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ വല്ല അതിനകത്തുള്ള ഇത് കണക്ട് ചെയ്യണ സ്വിച്ച് ബോർഡ് പോലെ ഉണ്ടോ, അല്ലെ ഇനി അതുപോലെ ഓഫ് ആയോ ഇല്ലെന്നൊരു പിടിയില്ല. എക്സ്ട്രാ സപ്ലൈ കൊടുക്കണം പുറത്തുനിന്ന് ഈ പാസ് ചെയ്യാൻ വേണ്ടി. അതിനെല്ലാം ഇതായി പോയതായിരിക്കും. ഇനി അടുത്ത് വന്നിട്ട് ഇൻലെറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മഴയുടെ ഒരു ഇതുണ്ട്, മനസ്സിലായോ? ഇൻലെറ്റ് ഏകദേശം 60 പോയിന്റ് അടുപ്പിച്ച് കൂട്ടണം. കമ്പ്യൂട്ടർ ബേസിൽ എല്ലാം സെറ്റാണ്, ഓക്കെയാണ്. നെറ്റ് മാത്രമേ ഒരു ഇഷ്യൂ ആയിട്ടുള്ളൂ. 2-3 മണിക്കൂർ രാത്രി കട്ട ശോകമായിരിക്കും. ഇട്ടില്ലെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. മഴ പെയ്യാൻ വേണ്ട നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട്. പൊടിഞ്ഞുകൊണ്ടിരിക്കുക. വേറെ സ്ഥലത്തൊക്കെ ക്യാമറയും ലൈറ്റും എല്ലാം പൊട്ടിയെന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അടപ്പും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഞാൻ നേരത്തെ വീഡിയോ എടുത്ത സമയത്തൊന്നും ഇല്ലായിരുന്നു, ഷെയ്ട്ടില്ലായിരുന്നു. ഇപ്പോൾ ചൂടാണ്ട് അവർ ഒതുങ്ങിയുന്നതാണ്. ഷഡ്ഡായെന്ന് പറഞ്ഞ് ചെയ്തതാണ്. 2 മണിക്കൂർ കൊണ്ട് ആദ്യമെല്ലാം റെഡിയാക്കി കല്ലും എല്ലാം എടുത്തിട്ടിരുന്നു. നേശി ഇന്ന് കെട്ടൂലാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മറ്റേ വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേനെ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല കാണാൻ. ലൈറ്റ് പിടിക്കണില്ലായിരുന്നു. എന്ത് പ്രശ്നം എന്ന് പറഞ്ഞുകൂടാ. ഊരിയിട്ട് കേബിൾ ഒന്നും കൂടി ഇട്ടപ്പോൾ റെഡിയായി. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഇന്റർനെറ്റ് വന്നു തുടങ്ങിയാണ്. റെഡിയാക്കി കേട്ടോ. ഫുഡ് കഴിക്കേണ്ട പ്ലാനിങ് കേട്ടോ. ഈ കഴിപ്പ് തന്നെ പ്ലാനിങ് കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കട്ടെ. അയ്യോ, മഴയുടെ ഒരു ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിട്ട് കിടക്കണം കേട്ടോ. ഒരു ടെമ്പറേച്ചർ അതിനകത്ത് നല്ല നല്ല തണുപ്പായി. കഴിക്കാൻ പോകണം കേട്ടോ. ഡ്യൂട്ടി കയറാൻ പോകണം കേട്ടോ. ആദ്യം പോയി ചെടി നോക്കിയിട്ട് കയറണം. ഉണ്ടല്ലോ കുറച്ച് ദിവസം കൂടെ എടുത്താൽ കേട്ടോ. 2-3 ദിവസം റെസ്റ്റും കൊടുത്തിട്ട് അവർ ഡെയിലി വരുമെന്ന് തോന്നുന്നു വെള്ളം ഒഴിക്കാൻ വേണ്ടി. നമുക്കുള്ള പണിയൊന്നും അല്ലാതെ. അപ്പോൾ ഈ ക്ലോറിനേഷൻ റൂമൊന്നും നോക്കും. ക്ലോറിനേഷൻ്റെ കൂടെ ഓക്കെയാണ്. നമ്മളെ കമ്പനിയുടെ ആണെങ്കിൽ, അത് നമ്മളെ എൻജിനീയറിൻ്റെ ഇത് വല്ലതും ആണെങ്കിൽ നമുക്കുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ളത് അതാണ്. മറ്റേ കോൺട്രാക്ടർ ബേസ് പോലത്തെ. അയ്യോ, ഞാൻ പോയി എല്ലാ കമ്പ്യൂട്ടർ നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻലെറ്റ് കുറയ്ക്കണം 80 പോയിന്റോളം. ഏകദേശം 80 പോയിന്റായാൽ ബാലൻസ് ആയിട്ടിരിക്കും. ഏകദേശം 120ഓളം കുറയ്ക്കണം. കുഴപ്പമില്ല, 30 പോയിന്റ് കൂട്ടണം. ആദ്യം അത് കൂട്ടിയതിന് ശേഷം എത്ര ഔട്ട് പോകണം നോക്കി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യാം. കഴിക്കാൻ പോയി. അയ്യോ, നീ ഇതും കഴിക്കട്ടെ. 9 മണി അടുപ്പിച്ചേ. മതിൽ കെട്ടാൻ പോകണം തോന്നുന്നു. ഇവിടെ കൂടി വരെ ചെയ്യാട്ടാ. പ്ലാൻ ഉണ്ടല്ലോ, അത് കയ്യിലോട്ട് അങ്ങനെ വരണില്ല. പിന്നെ പാതിന്ന് വരയ്ക്കുന്നതിൻ്റെ പാതി മിസ്സും ആവാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആ സ്മൂത്ത് വരുന്നില്ല. ഒരു പെൻസിലും കൂടി ഓർഡർ ചെയ്യണം. പിന്നെ അതേ ഒന്ന് ശലം കൂടി അപ്ഡേറ്റ് ആവുള്ളൂ. ഓക്കെ ആണ് കേട്ടോ. ഏകദേശം പാതി അടുപ്പിച്ച കേട്ടോ. ക്ലോറിനേഷൻ്റെ ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും 2 വലിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു വലിയ മൂവ്മെന്റ് ഇത് 65 വിപ്പ്. അടുത്ത വലിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് 55. ഇനി അടുത്ത പരിപാടിയൊന്നുമില്ല, കാരണം അനാലിസിസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് ഞായറല്ലേ, കിട്ടൂല. പിന്നെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക, അതൊക്കെ തന്നെ. പിന്നെ എഡിറ്റിങ്, പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ടൈം അനുസരിച്ച് അത് തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വേറെ വലിയ പരിപാടിയൊന്നുമില്ല, നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പിന്നെ വലിയ മതിൽ കെട്ടേണ്ട ടീം തന്നെ വന്നത്, വേറെ ആരും വന്നിട്ട് കൂടും.